ഞാനൊരു ബോൾ ഉണ്ട്. ഈ ബോൾ ഞാൻ നിങ്ങളുടെ എറിയും. ആരുടെ തലയിലാണോ വന്നു വീഴുന്നത് അവർക്ക് ഇവിടെ വരാം. ഓക്കെ, റെഡി? കുട്ടികളല്ല, കുറച്ച് മുതിർന്ന് ഒരു 18 വയസ്സിനൊക്കെ മുകളിലുള്ളവർ. കാരണം അവരുടെ മനസ്സിലാണ് പലതും ഉള്ളത്. കാരണം കുഞ്ഞുങ്ങളെ മനസ്സ് നിഷ്കളങ്കമാണ്. അതുകൊണ്ട് അത് തിരിച്ച് ആരാണത്? കിട്ടിയവരാണ്. വന്നോളൂ വന്നോളൂ വന്നോളൂ, എടുക്കാൻ വരാം. വളരെ സന്തോഷത്തോടെ വരാം, വളരെ സന്തോഷത്തോടെ വരാം. കുട്ടികളല്ല, കുറച്ച് മുതിർന്ന ആളാണ് വരേണ്ടത്. വളരെ ഹാപ്പി ആയിട്ട് വരാം, വളരെ കൂളായിട്ട് വരാം. ഒരു പേടിയും വേണ്ട. ഒരു അനിയനായിട്ട് അല്ലെങ്കിൽ ഒരു ഏട്ടനായിട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വരാം. പേരെന്തായിരുന്നു? അനു. അനു എന്താ ചെയ്യുന്നത്? ഫിഷറീസിൽ വർക്ക്. ഫിഷറീസിൽ വർക്ക്. എവിടെയാണ്? വയനാട്. വയനാടാണ്. ഓക്കെ. അപ്പോൾ പോയി വരുത്താണോ അതോ ഡെയിലി പോയി വരിക? ഡെയിലി പോയി വരിക. ഓക്കെ. വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഫാമിലി ആയിട്ട് അല്ലേ മോളായിട്ട് വന്ന് കാണുകയാണ്. ഓക്കെ. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൾ തലയിൽ വന്ന് വീഴുന്നു വിചാരിച്ചോ? ഇല്ല ഇല്ല, വിചാരിച്ചില്ല. എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കൈ ഉയർത്തിനോ? ഇല്ല. അതാണ്, കൈ ഉയർത്താത്ത തലക്ക് സ്ഥലത്ത് പോയി വീഴൂ. ഓക്കെ ഓക്കെ. എന്താണത്? അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണ്ടെന്ന് വെച്ചാണോ കൈ ഉയർത്തത്? അല്ല, ഒന്നും വിചാരിച്ചില്ല. പക്ഷെ ബോൾ തലയിൽ വീണു അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഒന്ന് ഇപ്പുറത്തെ സൈഡ് നിൽക്കാം. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്, വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, വളരെ കൂളായിട്ട് നിൽക്കാം. ഫസ്റ്റ് നമ്മുടെ മനസ്സ് എവിടെയാണ്? റെഡിക്കും? ഇവിടെയാണ്. കണ്ണ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ധൈര്യത്തിൽ പറയാം. മൂക്ക് ഇവിടെയാണ്, ചെവിട് ഇവിടെയാണ്, വായു. പക്ഷെ മനസ്സ് എവിടെയാണ്? നമ്മൾ എല്ലാവരും ഇവിടെയാണ് പറയുക. പക്ഷേ മനസ്സ് എവിടെയാണെന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? കാരണം അത് മനസ്സ് എവിടെ, നമ്മുടെ ശരീരത്തിൻ്റെ എവിടെ തൊട്ടാലും മനസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഇതാണ് മനസ്സിനെ പറ്റിയിട്ട് പറയണമെങ്കിൽ. അപ്പോൾ ഞാൻ മനസ്സില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഫിഷറീസ് മത്സ്യബന്ധവുമായി ബന്ധപ്പെട്ടാണ്. കടലിൽ പോകുന്ന മത്സ്യ തൊഴിലാളികളെ അല്ലേ, അവർ എത്രത്തോളം മനസ്സിന് സ്ട്രോങ് ഉള്ളതാണ്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ നമ്മളെയും കാട്ടി എത്രയോ സ്ട്രോങ് ആണ് അവരുടെ മനസ്സെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ സംഭവിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാം. ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പേപ്പർ ഇവിടെ പിടിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് കൈ ഇളക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ അത് കട്ട് ചെയ്യുക. മുകളിൽ പിടിക്കുക, നടുവിന് പിടിക്കുക, എന്നിട്ട് ഒറ്റ സ്ട്രെച്ചിൽ അത് സാവധാനം കട്ട് ചെയ്യാം ഒറ്റ സ്ട്രെച്ച്. യെസ്. 2 പീസ് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഓക്കെ. ഒരു പീസ് മറ്റൊരു പീസ് വെക്കാം, മുകളിൽ വെക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ. ഇനി കട്ട് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടാം. യെസ്. വീണ്ടും ചേർത്ത് വെക്കാം, കട്ട് ചെയ്യാം, വീണ്ടും ചേർത്ത് വെക്കാം. പരമാവധി കട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. യെസ്. ഇപ്പോൾ പരമാവധി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്? ഒന്ന് ഫീൽ ചെയ്ത് എന്താണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത്? മുറിക്കാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ല. ഇത് അത്ര പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. ഇത് നമ്മുടെ മനസ്സുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് അല്ലേ? ഈ മനസ്സില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ. മാഡം പറഞ്ഞത് മനസ്സ് ഇവിടെയാണെന്ന് പറഞ്ഞല്ലേ? ഓക്കെ. മനസ്സ് എവിടെയാണ്? പക്ഷെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് മനസ്സ് ഇവിടെയായിരിക്കും. ഇവിടെയാണെങ്കിൽ ഈ മനസ്സ് ഇവിടെ നിന്ന് ജസ്റ്റ് എടുക്കുന്നു. ഞാൻ വളരെ സേഫായിട്ട് ഇവിടെ വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ടോ മാഡത്തിൻ്റെ? ഇല്ല. മാമിന് കാണാൻ പറ്റുന്നില്ലേ? ഇല്ലെങ്കിൽ പിന്നെ അത് കാറ്റടിച്ച് പോയിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്. ഓക്കെ. അവിടെ തന്നെ മനസ്സ് അവിടെയുണ്ട്. ഓക്കെ. മനസ്സുണ്ടായപ്പോൾ സമയത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി. ഇനി മനസ്സില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സാണ് നമ്മളെല്ലാം നയിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാലോ ഒന്നും കൂടിയും ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുന്നു. വീണ്ടും മാഡം ഇതേപോലെ തന്നെ സാവധാനം ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഒറ്റ സ്ട്രെച്ചിൽ കട്ട്. ഓക്കെ. കുഴപ്പമില്ല, ചേർത്ത് വെക്കാം. വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ സ്ട്രെച്ചിൽ. ഓക്കെ. അതൊന്ന് തിരിച്ച് വെച്ച് നോക്കാം. ഓക്കെ. വളരെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നേരത്തെ മാഡത്തിന് പറ്റിയിട്ടില്ല. ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ. ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കി. ഓക്കെ. മാഡം ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴാണോ നേരത്തെയാണോ പെർഫെക്റ്റ് ആയി കട്ട് ചെയ്തത്? ആദ്യം. യെസ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റത്തെ അത് ശരിയല്ല, അടുത്തത് ആദ്യത്തെ ആയിരുന്നു ശരി. ഇതല്ലേ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഇതേപോലെ തന്നെ മാഡം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
ഉണ്ട്. ഒന്നുകൂടി കട്ട്. ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ശരിയാവണം നോക്കണല്ലേ. പക്ഷെ മനസ്സ് എവിടെയുള്ളത്? യെസ്, ഓക്കെ. ഞാനത് വളരെ സേഫായിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു, മനസ്സെടുക്കുന്നു, ഇവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നു. നമുക്ക് നോക്കണമല്ലോ അല്ലേ? ഓക്കെ, നാളെ ഫിഷറീസ് ഓഫീസിലേക്ക് പോകേണ്ടതാണ്. ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയി നമുക്ക് നോക്കാം. ഓക്കെ ആണോ? ഇതേപോലെ തന്നെ ജസ്റ്റ് കട്ട് ചെയ്യാം. യെസ്, ഓക്കെ, ചേർത്ത് വെക്കാം. സ്പീഡ് മാഡത്തിന് സ്പീഡ് കൂടുന്നതനുസരിച്ച് കോൺഫിഡൻസ് കൂടുന്നു. നമുക്കെല്ലാം കൃത്യമായിട്ട് മീനെല്ലാം എത്തിച്ചേരുന്നു, അതിൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, യെസ്, പരമാവധി കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഓക്കെ ആണല്ലേ? ഓക്കെയാണ്. ഓക്കെ മാം, ഇനി പെട്ടെന്ന് ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആരെ വിളിക്കും ഇവിടെ ഉള്ളവരിൽ നിന്ന്? വിളിക്കും, അങ്ങനെ അവിടെ ഇരിക്കുന്ന ഓനെ വിളിക്കും. ആരാണ്? കുറച്ച് വലിയൊരാളാണെങ്കിൽ അല്ലത്? അല്ല, ഒരു ചെറിയ കുട്ടി, റെഡ് കളർ ടീഷർട്ട്. റെഡ് കളർ ചെറിയ കുട്ടിയാണല്ലേ? ഓക്കെ, ആരാണ്? കുറച്ച് വലിയ ഒരാളാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ഈസിയായി. വലിയൊരാളാ? അച്ഛനെ വിളിക്കാം. അച്ഛനെ വിളിക്കാം. ഓക്കെ, അച്ഛൻ. ഓക്കെ, വളരെ സന്തോഷമുണ്ട് അച്ഛ. സ്റ്റേജിലേക്ക് അച്ഛൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അച്ഛൻ എടുക്കാം. പക്ഷേ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. കാരണം എന്താ അറിയാം, ഞാൻ റാൻഡമായിട്ടാണ് മാഡത്തിനെ വിളിച്ചത്. മാഡം വേറെ ആരെങ്കിലും ഫ്രണ്ട്സിനെ അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നു വിചാരിച്ചു. പക്ഷെ അച്ഛനെയാണ് വിളിച്ചത് അല്ലേ? ഓക്കെ, കാരണം അതൊരു രണ്ട് കാര്യങ്ങളുണ്ട്. അവരെ വിളിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാണ്ടായാലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അച്ഛനെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയിക്കും, അച്ഛനും ആൽബിനും തമ്മിൽ വളരെ വലിയ ധാരണയോടുകൂടി ആയിരിക്കും. അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് റാൻഡം ആണല്ലേ? മാഡത്തിനെ വിളിക്കുന്നത് നമുക്കറിയില്ല, ബോൾ വന്ന് വീണതാണ്. മാഡം ആരെ വിളിക്കുന്ന അറിയില്ല. കൊച്ചുകുട്ടിയായാലും കുറച്ച് മുതിർന്ന ആളെ വേണമെന്ന് പറഞ്ഞു അച്ഛനെ വിളിക്കുകയാണ് ചെയ്തത് മാഡം. ഓക്കെ, അവിടെ ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്ലാനിങ്ങും ഇല്ല. ഉറപ്പോട്? ഒന്നുമില്ല. ഓക്കെ, യെസ്. വേറൊന്നല്ല വിളിച്ചത്, ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛാ ഈ ഗിഫ്റ്റ്. കാരണം മാഡം ഇത്രയും കഷ്ടപ്പെട്ട് കൈ പൊക്കാതെ ബോൾ വന്ന് വീണ്, ഞാൻ പറഞ്ഞ ഭാഗ്യം ചിലപ്പോൾ വന്ന് വീടും. മാഡത്തെ വിളിച്ചു, അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ ഭാഗത്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഒന്നും വേണ്ട, ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പെട്ടെന്ന് ഒരു 2 ഡിജിറ്റ് നമ്പർ മനസ്സിൽ ഓർക്കാൻ വേണ്ടി പറഞ്ഞാൽ മാഡം ഏത് നമ്പറാണ് പറയുക? 22. ഓക്കെ, ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം ചേഞ്ച് ചെയ്യാം. 22. പിന്നെ ഞാൻ ഇത്ര ചോദിക്കുന്നുണ്ട്, ചേഞ്ച് ചെയ്യണോ വേണ്ടയോ? മാഡം വേണ്ടെന്ന് പറഞ്ഞത്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം പിന്നെ ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എന്ന് ചിന്തിക്കരുത്. മാഡം ഒറ്റ തീരുമാനിക്കുന്നത്. അതെ, 22. ഓക്കെ, ഞാൻ വേറെ ഒന്നല്ല, എൻ്റെ ഫോൺ നമ്മുടെ എല്ലാവരുടെ ഫോണിൽ നോട്ട്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മാഡത്തിന് ചേഞ്ച് ചെയ്യണോ ഇപ്പോൾ? ഇല്ല. നമ്മളെല്ലാവരും ഫോണിൽ അച്ഛാ നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലേ? അതിൽ ഇവിടെ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. അതിൽ 1 മുതൽ 100 വരെ ഐറ്റംസ് ഉണ്ട്. 22 എന്ന് പറഞ്ഞത് എന്താണ് വന്നിരിക്കുന്നത്? ഡയറി മിൽക്കാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നോക്കാം. ഡയറി മിൽക്കാണ്. 1 മുതൽ 100 വരെ ഐറ്റംസ് ഉണ്ട്. അതിൽ 2 അക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 99 വരെ ഓപ്ഷൻസ് ഉണ്ട്. 1 മുതൽ 9 എന്നാൽ ആ 9 പീസേ ഉണ്ടാവുള്ളൂ. പക്ഷേ 10 മുതൽ 99 ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 22 ഡയറി മിൽക്കാണ് വന്നത്. 19 വന്നാൽ എന്താണ് അച്ഛ വരിക? 19 ചിക്കൻ, 20 സാൽമൺ, 21 ഹെയർ ജെൽ, 22 ഡയറി മിൽക്ക്, 23 ഫയർസ്, 24 ചിപ്സ്, 25 ക്യാരറ്റ്സ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഡയറി മിൽക്ക് അല്ലേ? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു നോട്ടുണ്ട്. ഇതിലെല്ലാം ഒരുപാട് രാജ്യങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അച്ഛൻ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് വായിച്ചൊന്ന് നമ്മളെ ഓഡിയൻസ് ഒന്ന് കേൾപ്പിക്കാം. വായിക്കാം. ഓസ്ട്രേലിയ, അർജന്റീന,
ബഹ്റൈൻ, ചൈന, ബ്രസീൽ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, മലേഷ്യ, ഇന്ത്യ, കുവൈറ്റ്, മെക്സിക്കോ, നേപ്പാൾ, പോളണ്ട്, പാരീസ്, റഷ്യ, സിംഗപ്പൂർ, തായ്വാൻ, യുക്രൈൻ, വിയറ്റ്നാം, തായ്ലൻഡ്, ഖത്തർ, ജോർദാൻ, ഐസ്ലാൻഡ്, ഇസ്രായേൽ, ഭൂട്ടാൻ, യമൻ, ശ്രീലങ്ക. ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറഞ്ഞു. ഇനി അച്ഛൻ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് അറിയാം, അച്ഛൻ ആ രാജ്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ആ രാജ്യമായിരിക്കാം, സിറ്റി ആയിരിക്കാം, ഇതിൽ വിളിക്കുന്ന പല പേരുകളുണ്ട്. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് അറിയാം. സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യണം അച്ഛാ, വേണ്ട. അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, അച്ഛൻ്റെ മനസ്സതിലുണ്ട്. അച്ഛൻ റാൻഡമായ സ്ഥലം എനിക്ക് വളരെ ഒരു ചെറിയൊരിതുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും എന്താണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇവിടെ ഉള്ളിൽ നിന്ന് അച്ഛനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. പക്ഷേ എന്ത് പരിചയം ഉണ്ടെങ്കിലും ഒരാളുടെ മനസ്സറിയാൻ നമുക്ക് കഴിയില്ല അച്ഛാ, അല്ലേ? ഇല്ല, ഒരിക്കലും കഴിയില്ല. ഒരു 3 ചാൻസാണ് ഞാൻ ചോദിക്കുന്നത്. മാജിക് പോലെയല്ല മെൻ്റലിസം. കാരണം മാജിക് നമുക്ക് 99% മജീഷ്യൻ്റെ കയ്യിലാണുള്ളത്. പക്ഷെ മെൻ്റലിസം എന്ന് പറഞ്ഞാൽ 50-50 ചാൻസാണ്. ഒന്നുകിൽ ശരിയാവും, ഒന്നെങ്കിൽ തെറ്റാകും. കണ്ണൂരിൽ നിന്ന് ഞാൻ വന്നതാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ഉണ്ടാവുമല്ലോ, ഉണ്ടാകും. ഓക്കെ, 3 ചാൻസാണ്. ഞാൻ ഫസ്റ്റ് അച്ഛൻ എസ് ഓർണോ അത് മാത്രമേ പറയണ്ടൂ. ജപ്പാൻ. നോ. നോ. അച്ഛൻ്റെ നെഞ്ചടിക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ മെൻ്റലിസത്തെ പറ്റി നിങ്ങൾ ഏകദേശം ആ ധാരണയുണ്ടല്ലോ, മനസ്സിൻ്റെ വേറെയുള്ള മനസ്സ് പഠിച്ചെടുക്കാൻ. രണ്ടാമത് അച്ഛാ അത് ജസ്റ്റ് ഒന്ന് ആ പേര് മനസ്സിൽ. ബ്രസീൽ. നോ. നോ. അച്ഛൻ കൈ, അച്ഛൻ്റെ ഇടിപ്പ് എനിക്ക് കേൾക്കാം. എനിക്ക് ഐ തിങ്ക് ശ്രീലങ്ക. നോ. നോ. അച്ഛൻ പറയിച്ചേ ഇവനെ വെറുതെ ഇവിടെ. എന്തായാലും ഒരു കാര്യം നമുക്ക് നോക്കാം. എന്തായാലും അതങ്ങ് പോയി അല്ലേ? പക്ഷെ ഞാനൊരു കാര്യം കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും. മാഡം ഏതാണ് മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പോൾ? ഡയറി മിൽക്ക്. ഡയറി മിൽക്കാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ഓക്കെ, അത് വല്ല ഓപ്പൺ ചെയ്യാം. ഡയറി മിൽക്ക്. ഡയറി മിൽക്ക്. ഓക്കെ ഓക്കെ, അതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. ഓക്കെ, ഇത് എടുത്തോളൂ. ഓക്കെ അച്ഛാ ഉണ്ട്. കാരണം എന്തായാലും എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ എന്താണെന്നുള്ളത്? പക്ഷെ എനിക്ക് ഇത്രയും അടുത്ത് നിന്നിട്ട് അച്ഛൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, അച്ഛാ എല്ലാവരും കേൾക്കുക ആ ഒരു രാജ്യത്തെ, ആ സിറ്റിയുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരെന്ന് പറയുമോ? പാരീസ്. പാരീസ്. സോറി അച്ഛാ, എനിക്കത് പറയാൻ വേണ്ടി പറ്റിയില്ല. അത് നിങ്ങൾ എന്തായാലും ഇത് ഈ പേപ്പർ ഒന്ന് എടുക്കോ. അച്ഛൻ തന്നെ അതൊന്ന് തുറന്നു നോക്കട്ടെ. അച്ഛാ താങ്ക് യു സോ മച്ച്. ഓക്കെ അച്ഛാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ ഒരിക്കലും അച്ഛാ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല അല്ലേ അച്ഛാ? താങ്ക് യു സോ മച്ച്. ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടാൻ പാടില്ല. എവിടെ നിന്ന് നമ്മൾ പരാജയപ്പെടുന്നോ അവിടെ നമ്മൾ വിജയിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതല്ലേ അച്ഛൻ വലുത് വലുത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. കാരണം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് അച്ഛാ, താങ്ക് യു സോ മച്ച്.